നമ്മൾ ജിതിനുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ജിതിൻ ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അർജുന്റെ സഹോദരി ഭർത്താവാണ് ജിതിൻ. ഇന്ന് മുഴുവൻ സമയവും ജിതിൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നോ? സൈന്യം ഈ ഒരു മണ്ണെടുപ്പ് നടത്തുന്നതിനിടയിൽ എന്താണ് ഇന്നത്തെ ഒരു കാര്യങ്ങൾ മുഴുവനായിട്ട് താങ്കൾക്ക് പറയുവാൻ കഴിഞ്ഞത്? നിരാശയാണോ ഉള്ളത്? തീർച്ചയായും എന്നതുപോലെ തന്നെ നിരാശാജനകമായിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. അല്ല, അവിടെ ഈ മിലിറ്ററി ഉണ്ടായത് കൊണ്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഒന്നും അവിടെ ഇല്ല. കാരണം മിലിറ്ററി ഉണ്ടെങ്കിൽ കൂടിയിട്ടും മിലിറ്ററിയുടെ 5-10 ആൾക്കാർ മാത്രമേ ഈ ഗ്രൗണ്ടിലുള്ളൂ. അപ്പം അത് നമുക്കൊരു എഫക്റ്റീവായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല മിലിറ്ററിയുടെ പ്രവർത്തനങ്ങളൊന്നും. അറ്റ്ലീസ്റ്റ് ഇത് എവിടേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം മിലിറ്ററി ഒരു ഓപ്പറേഷൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടും ഇവിടുത്തെ കളക്ടറുമായിട്ടും ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരുന്നു അവർ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. അതൊന്നും ഇല്ലാതെ അവര് മിലിറ്ററി 4-5 വാഹനമായിട്ട് കുറച്ച് ആൾക്കാർ ആയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇന്ന് രാവിലെ ആ മെഷീൻ എത്തിയിട്ടും മെഷീനൊന്നും അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് പ്രതീക്ഷയിലും ഞങ്ങൾ സൈന്യം വരണം എന്ന് കുടുംബവും ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത്. നമ്മൾ ഇങ്ങനത്തെ ഒരു സൈന്യം വരണം എന്നല്ല നമ്മൾ ആവശ്യപ്പെട്ടത്. അത്യാധുനിക സൗകര്യങ്ങളും റെസ്ക്യൂവിന് വേണ്ടുള്ള ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും ആയിട്ട് ഒരു സൈന്യത്തെ ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇത് ആർക്കോ വേണ്ടി സൈന്യം വന്നോ എന്ന് ചോദിച്ചാൽ ഓക്കെ, സൈന്യം വന്നു. കുടുംബം റിക്വസ്റ്റ് ചെയ്തിട്ടാണോ? അതെ, കുടുംബം റിക്വസ്റ്റ് ചെയ്തിട്ട് സൈന്യം വന്നു. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. എന്നിട്ട് ഇപ്പോൾ ഇവരവിടെ എന്താ ഒരു കാട്ടിക്കൂട്ടൽ നടത്തിയെന്ന് നേരത്തെ കുടുംബം തന്നെ പറഞ്ഞ കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ കേണൽ ഡിന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 98% മണ്ണും മാറ്റിക്കഴിഞ്ഞിരുന്നു എന്ന് കർണാടക റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞതാണ് ഇന്നലെ. പക്ഷെ അത് ശരിയായിരുന്നോ ജിതിൻ? ഇന്നും അവിടെ 2-3 വലിയ മൺകൂനകൾ മാറ്റേണ്ടി വന്നില്ലേ? അല്ല, അത് ഇന്ന് നോക്കൂ. ഇന്ന് രാവിലെ മുതൽ ഈ 98% മണ്ണെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ ഭാഗത്ത് ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ മണ്ണെടുത്തിട്ടും കഴിഞ്ഞില്ല. പക്ഷെ നമുക്ക് ആ ഭാഗത്ത് ഇല്ലാന്നുള്ള ഏകദേശം സ്ഥിരീകരിച്ച് കഴിഞ്ഞു. വാഹനം ആ മൺതട്ടിയുടെ അടിയിൽ ഇല്ലാന്ന് നമ്മൾ ഏകദേശം സ്ഥിരീകരിച്ച് കഴിഞ്ഞു. ഇനിയുള്ള പ്രതീക്ഷ ആ വണ്ടി നിർത്തിയിട്ടിരുന്ന ഓപ്പോസിറ്റ് ഭാഗം, അതായത് ആ ചായക്കട ഉണ്ടായിരുന്ന ഭാഗം, അതിന്റെ അടിയിലാണ് ഇനിയുള്ള ഒരു ഹോപ്പ്. അതും ഇനി എനിക്ക് തോന്നുന്നില്ല നമ്മള് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്ന് അത് അവിടെ ചെക്കിംഗ് നടത്തിയ വണ്ടി അവിടെ ഉണ്ട് 100% ഉറപ്പുവരുത്തി ഉള്ള ഒരു തെരച്ചിലായിരിക്കും ഏറ്റവും പോസിബിൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ജിതിൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ, റോഡിലെ മണ്ണ് പൂർണ്ണമായിട്ടും നീക്കിയിട്ടില്ല അല്ലെ? ഇപ്പോഴും ചെയ്ത പോലെ തന്നെ റോഡിലെ മണ്ണ് പൂർണ്ണമായിട്ടും നീക്കിയിട്ടില്ല. ഇപ്പോൾ ആ മലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ മണ്ണ് മാറ്റി ഓപ്പോസിറ്റ് സൈഡിലെ, അതായത് ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കിയിട്ടില്ല. റോഡിലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. റോഡിലെ ആ കൂന മാറ്റിയിട്ടില്ല ഇതുവരെ അല്ലേ? പുഴയോട് ചേർന്നിരിക്കുന്ന റോഡ് ഭാഗത്തിൽ അത് ക്ലീൻ ചെയ്തു. പക്ഷെ പുഴ ഭാഗത്ത് ഇനിയും മൺകൂന രൂപപ്പെട്ടത് കണ്ടോ? അത് ഈ റോഡ് ഓപ്പൺ ആക്കിയപ്പോ സ്വാഭാവികമായിട്ടും ആ റോഡിന്റെ സൈഡിൽ ഓട്ടോമാറ്റിക് വന്ന ഒരു മൺകൂനയാണത്. മനസ്സിലായോ? ഇപ്പം ആ ഭാഗം അവർ ക്ലിയർ ചെയ്തു. അത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ തന്നെ അത് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ഈ 98% കഴിഞ്ഞു എന്ന് പറഞ്ഞത് അത് ഒരു കണക്കല്ല. അത് അദ്ദേഹത്തിന് ചിലപ്പോൾ തെറ്റ് പറ്റിയതാകാം. അവിടെ അതിന്റെ പിന്നെ മലയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഇനിയും ഒരുപാട് മണ്ണും കല്ലും നീക്കാനുണ്ട് അവിടെ. എങ്കിൽ മാത്രമേ അതിവിടെ 100% എടുത്തെന്ന് അല്ല, ഈ മന്ത്രി സാർ പറഞ്ഞ പോലെ തന്നെ 98% മാറ്റി എങ്കിലേ അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ജിതിൻ പറഞ്ഞതുപോലെ ഇനി മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് കണ്ടെത്തിയിട്ട് ഇനി ഒരു തെരച്ചിൽ മതി എന്നാണ് അല്ലേ? പക്ഷെ ഇന്ന് രാവിലെ ഈ സൈന്യം തെരച്ചിൽ നടത്തിയപ്പോൾ തന്നെയാണല്ലോ ഈ സിഗ്നൽ 2 നിന്ന് കിട്ടിയെന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ അവിടെ കുഴിച്ചിരുന്നത്? അല്ല, ആ മിഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോഴും. ഇത് അന്ന് പിന്നെ NIT-യിലെ സ്റ്റുഡൻസ് കൊണ്ടുവന്നു അതുപോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവർ മാർക്ക് ചെയ്ത സ്ഥലത്ത് 3 സ്ഥലത്ത് മാർക്ക് ചെയ്തിരുന്നു. 3 സ്ഥലത്തും അതില്ല. നമ്മൾ അവിടുത്തെ എല്ലാ മണ്ണും എടുത്ത് കളഞ്ഞതായിരുന്നു. എന്നിട്ടും അവിടെയൊന്നും അത് കണ്ടെത്താനായിട്ടില്ല. അതിന്റെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഡൗട്ട് ഉണ്ട്. ആ മെഷീൻ വെച്ചിട്ട് നാളെ
ചെക്ക് ചെയ്താൽ നമുക്ക് വലിയ കാര്യമൊന്നും പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ജിതിൻ, ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ എന്ന് ആ രീതിയിൽ ചോദിക്കുകയാണ്, ഇനി എന്താണ് അവിടെ ചെയ്യേണ്ടത്? ജിതിൻ, അതിനകത്തൊരു സജഷൻ എന്താണുള്ളത്? എന്ത് നിർദ്ദേശമാണ് കൊടുക്കുവാനുള്ളത്? എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ? അല്ല, വലിയ പ്രതീക്ഷ വണ്ടി ഇവിടെയുള്ള ഈ മൺതട്ടയിൽ ഉണ്ട് എന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അത് ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രതീക്ഷ, ഇനി ഇതിന്റെ ടെക്നിക്കൽ വശം അറിയുന്ന ആൾക്കാരായി അവര് തെരഞ്ഞെടുത്ത് തരുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞത് പ്രകാരമുള്ള മണ്ണെടുപ്പ് ഞാൻ വന്നതിന് ശേഷം 6ാമത്തെ ദിവസമാണ് കഴിഞ്ഞത്. ഇത് ഊർജ്ജസ്വലമായിട്ട് ഒന്ന് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ, ഞങ്ങൾ വന്നന്ന് മുതൽ ഒരു തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് അവർക്കൊന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. അതെന്തായാലും നടന്നിട്ടില്ല. പക്ഷേ ഈ സൈന്യം വന്നത് പൂർണ്ണമായിട്ട് പരാജയമാണെന്ന് പറയാൻ പറ്റുമോ ശ്രീ ജിതിൻ? ഈ സൈന്യം വന്നുകൊണ്ട് കുറച്ചുകൂടി സ്പീഡിൽ ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ നടന്നില്ലേ? ഇപ്പോൾ കരയിൽ ലോറി ഇല്ല എന്ന് ഉറപ്പിക്കാനെങ്കിലും ഇത് സാധിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ കരുതാനാവുമോ? നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞിരുന്നു, കർണാടക സർക്കാരിന്റെ സംവിധാനങ്ങളൊക്കെ പാളിപ്പോയി, പക്ഷേ സൈന്യത്തെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. കാരണം സൈന്യത്തെ വിളിച്ചത് തന്നെ വൈകിയാണ്. ഈ വന്നതിന് ശേഷവും 98% മണ്ണ് മാറ്റിയെന്നൊരു മന്ത്രി തന്നെ പറയുകയാണ്. പിന്നെ സൈന്യത്തിന് അവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യാനാണ് ഉള്ളത്? ക്ലിയർ ചെയ്തു എല്ലാ മണ്ണും, അവിടെ റോഡ് ക്ലിയർ ചെയ്തു, പക്ഷേ ഈ ലോറി അതിനകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിരീകരണം സൈന്യത്തിന്റെ വരവോടുകൂടി കിട്ടിയെന്ന്, അതിനെങ്ങനെയാണ് താങ്കൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ താങ്കൾക്ക് അതിനോട് യോജിക്കാനാവുന്നുണ്ടോ? അല്ല, സൈന്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, അങ്ങനെ എടുക്കാൻ പാടില്ല. അത് അവരൊരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. അതായത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സൈന്യത്തിന് പ്രോപ്പർ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്താണ് എങ്ങനെയാ നമ്മളൊരാളെ ഒരു സൈന്യത്തിനെയോ അല്ലെങ്കിൽ ഒരു വേറൊരു അവരെ വിളിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇന്ന മെഷീനുകൾ വേണം, ഇത്തരത്തര ചെയ്യാണ്ട് എങ്കിലേ ഇത് നടക്കുകയുള്ളൂ, അതിനാണ് നിങ്ങളെ വിളിച്ചത് എന്നുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഒന്നും അവർക്ക് കൊടുക്കാണ്ട് അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനി അവർ അത് ചോദിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല കേട്ടോ. അപ്പം അത് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എല്ലാ ഭാഗത്തുനിന്നും ഇവിടെ, പിന്നെ ഇവിടെ ഒരു നല്ല ഈഗോ ക്ലാഷസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരൊക്കെ തമ്മിൽ. അതും ഇവിടെ ഗ്രൗണ്ടിൽ നിന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതെന്താണ് ഇന്നും ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുവല്ലോ, അത് ഈ ദൗത്യത്തിന് അതിനൊരു തടസ്സമാകുന്നുണ്ടോ? പൊതുവായിട്ട് പലതവണയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ വരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞതില്ലേ, ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ സന്നദ്ധ സംഘടനകള് അവരെ സ്വന്തം റിസ്ക്, അവരെ സ്വന്തം ചെലവില് അവര് ഇവിടെ എത്തി, അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാനൊന്നും അവരാദ്യം ഇറങ്ങിയതിന് ശേഷം എത്രയോ പെട്ടെന്ന് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തി അവരെയൊക്കെ മാറ്റുന്ന ഒരു അവസ്ഥ. കാരണം അവർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം അവരവരെ ജോലിയാണ് ചെയ്യുന്നത്. അവർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഇവിടെ ജോലി ചെയ്യുന്നവർ മാത്രം, റെസ്ക്യൂ പ്രവർത്തകർ മാത്രം മതി എന്നാണ്. അതിനുശേഷം നമ്മുടെ MP രാഘവനൊക്കെ ഇടപെടുകയും അവരെ ഒരു 20 പേരെ ഇവിടെ തുടരാൻ അനുവദിക്കുകയും, പക്ഷെ അതും എഫക്റ്റീവ് അല്ല. 20 പേരെ തുടരാൻ അനുവദിച്ചതെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നം അതിലുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ തേടിയിട്ട് മാത്രമേ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഈ 20 പേർക്കും കളക്ടർ എടുത്തുന്ന അനുമതി തേടിയതിന് ശേഷം മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ എന്നാണ് അറിയിച്ചത്. പക്ഷേ അത് എത്രത്തോളം അനുമതി കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല അതിൽ. അത് ജിതിൻ, അത് അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നത് സേഫ്റ്റി അല്ല, സുരക്ഷിതമല്ല എന്നുള്ള കാര്യമല്ലേ അവർ പറയുന്നത്? ആ കാര്യമാണ് പറയുന്നത്. പക്ഷേ അത്രയും ദൂരം ഇവര് വന്നത് അർജുന്റെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ആകാംക്ഷയും അതില് ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടാണല്ലോ അവരിവിടെ ഇത്രയും ദൂരമൊക്കെ താണ്ടി അവർ ഇവിടെ എത്തിയത്. അവർ ഈ വന്ന ആൾക്കാരെല്ലാം ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങളെല്ലാം നല്ല അറിവും കാര്യങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ എന്റെ മുക്കം സംഘടനയായാലും കൂരാച്ചുണ്ട് എന്നുള്ള ആൾക്കാരായി കഴിഞ്ഞാലും നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ആൾക്കാരും
ഒരു നാല് സംഘടന ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇതിലെല്ലാം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അത് ഇവരെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ദുഷ്കരമായ ഒരു കാര്യമാണ്. ശരി ജിതിൻ, കുറച്ച് സമയം കൂടി ഇരിക്കുക. ഇപ്പോൾ സേവ് അർജുൻ ഫോറം ഇങ്ങനെ